you all may be kindly seated. ഈ യോഗത്തിന്റെ ഔദ്യോഗികമായ സ്വാഗതം പറയുന്നതിന് വേണ്ടി സീനിയർ അധ്യാപകനായിരിക്കുന്ന രാജേഷ് സാർ അവരുടെ വളരെ സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. ഐഫറിറ്റിയുടെ ആദ്യത്തെ ഒരു സംരംഭം നിങ്ങൾക്കാണ്. വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. കൂടാതെ ഈ ഗ്രാജുവേഷൻ സെറമണി കൂടാതെ നമ്മുടെ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ പൂർണ്ണമായും ഒരു ലിവിംഗ് ക്യാമ്പിൽ നിന്ന് നടക്കുകയാണ്. അപ്പൊ അതിൻ്റെ കൂടി ഒരു ഇനാഗ്രേഷൻ കൂടി അത് നടക്കുന്നു. കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. സ്വാഗതം അർപ്പിക്കുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം അർപ്പിക്കേണ്ടത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ചെയർമാനായ ഫാദർ ലിജി വർഗീസ് സാറിനെ ഈ ഫംഗ്ഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തതായി നമ്മുടെ പ്രിൻസിപ്പാൾ ശ്രീ രാധാകൃഷ്ണൻ സാറിനാണ്. സാറിനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിച്ചേർന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീ ലാൽ കൃഷ്ണ, പെരുമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. കൂടാതെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന നമ്മുടെ അധ്യാപകര്, അതിലുപരി നമ്മുടെ പാരൻസ്, മറ്റു മെമ്പേഴ്സ്, അതുപോലെ നമ്മുടെ ഈ ഗ്രാജുവേറ്റ്സ് ആയി നിൽക്കുന്ന ഈ അധ്യാപക വിദ്യാർത്ഥികൾ, അതിലുപരി മറ്റെല്ലാ അധ്യാപക വിദ്യാർത്ഥികളെയും എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച രാജേഷ് സാറിന് പ്രത്യേകമായ സ്വാഗതം. തുടർന്നുള്ള ക്യാമ്പിന്റെ മുഴുവൻ ചുമതലയും അദ്ദേഹത്തിനായിരിക്കുമല്ലോ. നിങ്ങൾ വളരെ ശ്രേഷ്ഠമായ, വളരെ സന്തോഷകരമായ ഒരു 15 ദിവസം ഒരുമിച്ച് ഈ ക്യാമ്പസിൽ ചെലവഴിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഭാവുകങ്ങളും ഞാൻ ആത്മാർത്ഥമായി നേരുന്നു. നിങ്ങളുടെ കൂടെ ഈ യാത്രയിൽ വളരെ കാർക്കശ്യത്തോടുകൂടെ എന്നാൽ വളരെ ഹൃദ്യമായി നിങ്ങളോട് ഇടപെടുകയും നിങ്ങളുടെ ഈ 2 വർഷത്തെ യാത്രയിൽ നിങ്ങളെ അകവഴിഞ്ഞ് സഹായിക്കുകയും ഈ പഠനപരമായിട്ടും പാഠ്യേതരമായിട്ടുമുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരികയും അധ്യാപകരെന്നുള്ള നിലയിൽ ഞങ്ങളെ അകവഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും കൈത്താങ്ങ് തരികയും ചെയ്ത നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കനായ പ്രിൻസിപ്പൽ സാർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിച്ചു. ആദ്യമായിട്ട് നിങ്ങളുടെ ഗ്രാജുവേഷൻ ദിനത്തിൽ സാറിന് നിങ്ങളെ ആശംസകളും സന്ദേശങ്ങളും അറിയിച്ച് നിങ്ങളെ ധന്യരാക്കുവാനായിട്ട് പോവുകയാണ്. വളരെ സ്നേഹത്തോടെ ആദരവോടെ ഏറ്റവും ബഹുമാനമുള്ള പ്രിൻസിപ്പൽ സാർ രാധാകൃഷ്ണപിള്ള സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ചെയർമാൻ, ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ സാർ, ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, ഒരു സ്ഥാപനം പുറത്തുള്ളവർ വിലയിരുത്തുന്നു. ആ സ്ഥാപനം എങ്ങനെ നടക്കുന്നു, ആ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് എത്ര ഗുണകരമായി തീരുന്നു, അത് ഭാവി തലമുറയ്ക്ക് എത്രത്തോളം ഗുണകരമായി തീരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി. അപ്പോൾ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ കോളേജിൽ നിന്ന് അവിടെ ആ അവസാന വർഷം പഠിച്ച കുട്ടികൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പൊതു ചടങ്ങിൽ വെച്ച് ഒരു ആദരവ് കൊടുത്തിരുന്നെങ്കിലും അപൂർവ കുട്ടികൾ സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അന്നത്തെ മാനേജ്മെന്റ് അത് സ്വീകരിച്ചില്ല. കാരണം അവർക്ക് സാമ്പത്തികമായിട്ടോ ബാക്കിയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ 2020-22 അധ്യയന വർഷം പഠിച്ചിരുന്ന പാസ്സായ കുട്ടികൾ ഇതുപോലൊരാഗ്രഹം വന്ന് പറഞ്ഞപ്പോൾ സ്ഥാപനത്തിന്റെ അധികൃതർ അത് സർവാത്മനാ സ്വീകരിക്കുകയും ആ കുട്ടികൾക്ക് പൊതുവേദിയിൽ വെച്ച് ഇതുപോലൊരു ആദരവ് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കാൻ മുൻകൈയെടുത്ത ഇതിന്റെ മാനേജ്മെന്റിനും അത് വേണമെന്നാവശ്യപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേക അഭിനന്ദനം അർപ്പിക്കുന്നു. അല്ലെ, നമ്മുടെ സ്ഥാപനം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അതും ഏറ്റവും പ്രധാനപ്പെട്ടത്.
കാരണം സാധാരണ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വരെ ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു സ്കൂൾ പോലെയുള്ള ഒരു സ്ഥാപനമല്ല നമ്മുടേത്. പകരം ഭാവി തലമുറയെ നന്നായി വാർത്തെടുക്കുന്ന അധ്യാപകരെ സൃഷ്ടിക്കുന്ന സ്ഥാപനമാണ്. അതിന് അതിൻ്റെതായ മഹത്വമുണ്ട്. കാരണം മറ്റെല്ലാവരേക്കാളും ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന പദവി ലഭിക്കുന്ന, അംഗീകാരം ലഭിക്കുന്ന ഒരു ജോലിക്കാണ് നിങ്ങൾ ചേർന്നത്. അപ്പൊ അത്തരം ഒരു കോഴ്സ് പാസ്സായി തീർന്നാൽ സമൂഹത്തിന് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അധ്യാപകരായി തീർന്നാൽ നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യും? ആ ചെയ്യുന്ന കാര്യങ്ങൾ ഭാവി തലമുറയ്ക്ക് അതെങ്ങനെ പ്രയോജനപ്പെടും? ഇത്തരത്തിലെ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ അധ്യാപകർ ബാധ്യസ്ഥരാണ്. അപ്പൊ ഇതുപോലൊരു കോൺവെക്കേഷൻ ചടങ്ങിൽ ഗ്രാജുവേഷനും സർട്ടിഫിക്കറ്റും ഒക്കെ സ്വീകരിച്ച് പുറത്തിറങ്ങിയാൽ മാത്രം പോരാ, സ്വയം നന്നാവുകയും മറ്റുള്ളവർക്ക് മാതൃകയായി തീർന്ന് മറ്റുള്ളവരെ നന്നായി ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും വേണം. അത്തരം ഒരു ഉത്തരവാദിത്വമാണ് ഇപ്പോൾ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്കും ഇപ്പോൾ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കും ഇവിടുത്തെ 1ാം വർഷത്തെ കുട്ടികൾക്കും ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചടങ്ങിനെ സംബന്ധിക്കാൻ കഴിഞ്ഞതും ഇതുപോലൊരു ചടങ്ങ് സംഘടിപ്പിച്ചതും ഒക്കെ അഭിനന്ദനാർഹമായ കാര്യമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അതിന്റെ പേരിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ കൃത്യമായി നിങ്ങളെ ആശംസകൾ അറിയിച്ച് സംസാരിച്ച പ്രിൻസിപ്പൽ സാറിനുള്ള സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ dear student, Grishma Suresh will come forward and we will have a song. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ചീഫ് ഗസ്റ്റ് ആയിരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ പെരുന്തോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലാലകൃഷ്ണൻ സാർ അവരുകൾ ഇവിടെ ഉള്ളതേറെ സന്തോഷമാണ്. കഴിഞ്ഞ ചില വർഷങ്ങളായി ഈ നാടിൻ്റെ എല്ലാ പുരോഗമനപരമായ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുകയും കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയൊക്കെ ചെയ്ത് ഈ നാടിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ നാടിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയ സാറ്
ഇന്നത്തെ മീറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയതകളിൽ ഒന്നാണ് ഇന്നത്തെ ചീഫ് ഗസ്റ്റാണ്. സാറിനെ ഞാൻ ഈ സമയം ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഈ ഗ്രാജുവേറ്റിംഗ് സ്റ്റുഡൻസിന് വേണ്ട ആശംസകളും സന്ദേശവും നൽകുന്നതിന് ഈ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ഗ്രാജുവേഷൻ ടോക്കിന് വേണ്ടി പെരുമ്പുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലാൽകൃഷ്ണ സർ അവരുകളെ ഏറ്റവും ആദരവോടുകൂടെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇന്ന് 11 മണിക്ക് ഞാനിവിടെ എത്തിച്ചേരാൻ ഉപയോഗിച്ച ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇന്നലെ രാത്രി ഉണ്ടായ ഒരു ബോട്ടപകടം നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചു. കേരളത്തിൻ്റെ മനസ്സാക്ഷി എത്തിച്ചൊരു സംഭവം. ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ മാറ്റിവെച്ചു. വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 11:30 കഴിയും എന്താണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പ്രോഗ്രാമെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഞാൻ ഈ എനിക്ക് കൃത്യം ഈ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേരാൻ സാധിച്ചു. ഞാൻ മുൻപൊരു അവസരം കിട്ടിയിരുന്നു ഇവിടെ ഒരു പ്രോഗ്രാമിന് വരാൻ വേണ്ടി. എനിക്കറിയാം, എനിക്ക് പോഷണ ആഗ്രഹവുമായി ബന്ധപ്പെട്ട അങ്കണവാടി LCDs വിഭാഗം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. അന്ന് അവരുടെ ആ ഒരു സമയം കൊടുത്തിരുന്ന സമയം വൈകുന്നതാണ് എനിക്ക് എത്തിച്ചേരാൻ പറ്റാതെ പോയത്. എന്നിരുന്നാലും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം വരുന്ന സമയത്ത് തന്നെ ഘോഷയാത്ര ഞാൻ കണ്ടു. രീതിയിലാണെങ്കിലും ഒരു നല്ല രീതിയിൽ മനോഹരമായിട്ട് ഘോഷയാത്ര ഞാൻ കണ്ടു. ഇവിടെ നമ്മുടെ ഈ ഒരു ഡയസിലും നമ്മുടെ ചെയർമാൻ വർഗീസ് സാറ്, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സാറ്, സൗഹൃദങ്ങളാണ് സാർ. ഒത്തിരി സൗഹൃദങ്ങൾ കാണാൻ സാധിച്ചു. സാറ് ഇവിടെ രാജൻ സാറ് ഉൾപ്പെടെ എല്ലാവരും സൗഹൃദങ്ങളാണ്. ഒത്തിരി പേരെ കാണാൻ സാധിക്കുന്നത് വലിയൊരു സന്തോഷം. എൻ്റെ മുമ്പിലിരിക്കുന്ന അധ്യാപികമായിട്ട് അങ്ങനെ പറയാൻ പറ്റാതാണ്. കാരണം നിങ്ങളുടെ മുമ്പിൽ വലിയൊരു പ്രസംഗം നടത്തുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഞാനൊരു ജനപ്രതിനിധിയായി 2.5 വർഷം പൂർത്തിയാക്കുന്ന ഒരു സമയം, ഒരു ജനപ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ രാഷ്ട്രീയം, അമിതമായ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആളുകളുടെ ഒരു പ്രവർത്തനമല്ലായിരുന്നു എൻ്റെ തൊഴിലെന്ന് പറയും. ഞാൻ 17-ാം വയസ്സ് മുതൽ ട്യൂഷൻ സെൻ്ററിലും ട്യൂട്ടോറിയൽ കോളേജുകളിലും ചില ഗവൺമെൻറ് സ്കൂളുകളിൽ ഗസ്റ്റായി, അതിനുശേഷം അവസാനം വൈക്കം പനച്ചമൂട് കോളേജിൽ ഒരു 5 വർഷം അധ്യാപകനായി പൂർത്തിയാക്കുന്ന സമയത്താണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. അപ്പം പലരും പറഞ്ഞു അദ്ദേഹം ജയിക്കുമെന്ന് അറിയില്ല, കാരണം പുതിയൊരു പയ്യനല്ലേ, കാരണം എതിരാളികൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരാണെന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്ത് എന്നെ വിജയിപ്പിച്ചത് ഒരു വലിയൊരു ഘടകമെന്ന് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് അധ്യാപകൻ എന്നുള്ളൊരു വലിയ കാഴ്ചപ്പാട് കഴിച്ചാണ്. രണ്ടാമത്തെ കാര്യം, പല വീടുകളിലും ഇപ്പൊ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്താണ്. അപ്പം എല്ലാ വാർഡുകളിലെ സ്ഥാനാർത്ഥികളും ഒരേ സമയം അവരവരുടെ വാർഡുകളിൽ പോകും. അപ്പം ബ്ലോക്കിലെ സ്ഥാനാർത്ഥികളെ ലെവലിലേക്ക് കൊടുക്കും, ജില്ലാ പഞ്ചായത്തിലേക്ക്. എനിക്ക് എവിടെയും ഒരിടത്തേക്ക് പോകാൻ പറ്റും. ഞാൻ മത്സരിക്കുന്ന 10 വാർഡുകളിൽ ഈ സ്ഥാനാർത്ഥികളെല്ലാം അവിടെ എല്ലാം പോകുമ്പോഴത്തേക്ക് ഏത് വീട്ടിൽ ചെന്നിരുന്നാലും കുട്ടികൾ പറയും ലാൽകൃഷ്ണൻ സാറാണ് മത്സരിക്കുന്നത്. അപ്പൊ ആ കുട്ടികളാണ് അമ്മമാരോടും രക്ഷിതാക്കളോടും മറ്റു ആളുകളോടൊക്കെ പറഞ്ഞത് എന്റെ സാറാണ്. ആ ഒരു വലിയൊരു വലിയൊരു വിപ്ലവം. കാരണം ഞാൻ അറിയാതെ തന്നെ ഞാനിങ്ങനെ ഓടി നടക്കുകയാണ് ആളുകളെ കാണാൻ വേണ്ടി. പക്ഷെ ആ സമയത്ത് ഈ കുട്ടികൾ എന്ന് പറയുന്ന വലിയൊരു സമ്പത്ത്, ശിഷ്യ സമ്പത്ത്, അതാണ് നമുക്ക് ഏറ്റവും കിട്ടുന്ന സൗഭാഗ്യം എന്ന് പറയും. അവരെന്ത് ചെയ്തു? വർക്ക് ചെയ്യും, അല്ലേ? അടിയിൽ കൂടെ വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ അവരെ പരസ്പരം വർക്ക് ചെയ്തു വലിയ വിപ്ലവകരമായ ഒരു മാറ്റം സൃഷ്ടിച്ചു. കാരണം പല വാർഡിലെ സ്ഥാനാർത്ഥികളും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾക്കൊരു സ്വീകാര്യത കിട്ടുന്നില്ല, ബ്ലോക്ക് സ്ഥാനാർത്ഥിക്ക് സ്വീകാര്യത കിട്ടും, അത് സാറാണെന്ന് കുട്ടികൾ പറയുന്നു. അപ്പൊ എനിക്കതൊരു കോൺഫിഡൻസ് ആയി, ആത്മവിശ്വാസം. അതാണ് പറഞ്ഞത്, തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ
നമ്മളെ കാണാൻ വരുന്നത് ഈ നമ്പത്തിൽ വരുന്നത് നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളെ നമ്മൾ നമ്മുടെ മക്കളെ പോലെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും? അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് അധ്യാപകർ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ സമ്പത്തല്ല. നമ്മളിപ്പം ചിലപ്പം തുടക്കത്തിൽ ഗവൺമെന്റ് ജോലി കിട്ടണമെന്നില്ല, അല്ലെ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലായിരിക്കും എവിടെ ആണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിലും നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ നമ്മുടെ സ്വന്തം മക്കളായി കണ്ട് പഠിപ്പിക്കും. കാരണം അവന് പാഠപുസ്തകത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിവല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അവൻ്റെ ഒരു ക്യാരക്ടർ, അവൻ്റെ ഒരു വ്യക്തിത്വം നമുക്ക് അറിയാൻ സാധിക്കും, ബിഹേവിയർ, പെരുമാറ്റം. അപ്പൊ അത് മനസ്സിലാക്കിയ ഓരോ കുട്ടിക്കും വേണ്ടത് എന്താണെന്ന് ഒരു അധ്യാപകൻ ആദ്യം തിരിച്ചറിയും. ആ കുട്ടികളെ ആ രീതിയിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും? അല്ലേ, അവർ നമ്മളെ സ്നേഹിക്കുന്നത്, അവരുടെ റോൾ മോഡലായി മാറും. അവിടെയാണ് ഒരു അധ്യാപകന്റെ ജീവിതം. അപ്പൊ അത്തരത്തിലായിരിക്കണം നമ്മൾ അവരെ എന്ത് ചെയ്യേണ്ടത്? പഠിപ്പിക്കേണ്ടത്. പാഠപുസ്തകത്തിനപ്പുറം ഹൃദയം കൊണ്ട് അവരോട് സംസാരിക്കുവാനും അവരെ കാണുവാനും ഒക്കെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് 10ാം ക്ലാസ് വരെ ഒരു അനുഭവം പറഞ്ഞതാണ്. 10ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു 10ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി, ഈ കൂടുതൽ പഠിക്കേണ്ടതെന്ന്. കാരണം വീട്ടിലാരും കൂടുതൽ 10ാം ക്ലാസ്സിനപ്പുറം പഠിച്ചിട്ടില്ല. അപ്പൊ അവർക്ക് ആ ഒരു കാഴ്ചപ്പാടാണ്. 2004 ഞാൻ SSLC പരീക്ഷ എഴുതി. അപ്പൊ ആ ടൈമില് A+ ഒന്നുമല്ല, മാർക്ക് സംവിധാനമാണ്. അപ്പൊ അവിടെ എനിക്കൊരു സന്തോഷം, ആ ഏരിയയിൽ ആ കുടുംബശ്രീയിലും ഒക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടിയായി ഞാൻ മാറിയിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, എനിക്ക് +2 പഠിക്കാൻ പോകണം. അപ്പൊ വീട്ടുകാർ പറഞ്ഞു 10ാം ക്ലാസ് വരെ മതി, അതിനുശേഷം വല്ല കലാപീഠത്തിലോ അല്ലെങ്കിൽ പട്ടാളത്തിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കാനൊക്കെ പോകാൻ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, 10ാം ക്ലാസ് പഠിച്ചിട്ട് പിറ്റേ ദിവസം പരീക്ഷ എഴുതിയിട്ട് പിറ്റേ ദിവസം ശേഖരങ്ങൾ ജംഗ്ഷനിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകണം 15 വയസ്സ് വരെ. കാരണം വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ പിന്നീട് നല്ല മാർക്കോടുകൂടി പാസ്സായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആരുടെയും ആശ്രയമില്ലാതെ മാനേജ്മെന്റ് സ്കൂളാണെങ്കിൽ പോലും മുറ്റശ്ശേഖരങ്കലം ജനാർദ്ദനപുര ഹയർ സെക്കൻഡറി സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ ലഭിക്കും. അഡ്മിഷൻ ലഭിച്ചപ്പോഴത്തേക്ക് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റാണ് സെലക്ട് ചെയ്തത്. അപ്പം അവിടെ തന്നെ അഡ്മിഷൻ കിട്ടി, അവിടെ പഠിച്ചു. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്തെല്ലാം ഈ ലീഡറാക്കി സെലക്ട് ചെയ്യും. കാരണം അതിൻ്റെ കഴിവുകൊണ്ടല്ല, എന്തായാലും ലീഡറാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും, മനസ്സിലായി, അതായിരിക്കും ഭാവിയിൽ ഇപ്പോഴും ആ ഒരു ലീഡർഷിപ്പിലോട്ട് വരാൻ സാധിച്ചു. അപ്പം അങ്ങനെ +2 പഠനവും നന്നായി പഠിക്കുകയുണ്ടായി. കാരണം ആ സമയത്ത് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായി. ആ പരീക്ഷ ടൈമിൽ ഈ പാമ്പ് കഴിയേക്ക് കുറേ ദിവസം കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഈ പരീക്ഷയ്ക്ക് തൊട്ട് ഇന്ത്യയുടെ സാഹചര്യം. അപ്പം അതിലെല്ലാം പരിശീലിച്ചു. +2 നല്ല മാർക്ക് വാങ്ങി പാസ്സായപ്പോൾ അന്നൊരു കൺസൾട്ടന്റ് മുമ്പ് സാറിനൊക്കെ അറിയാം, പാരലൽ കോളേജുകളുടെ അറിയിപ്പസെന്റ് അല്ലേ, ഇവിടെയാണ് കാട്ടാക്കടയിലും അവർ വന്ന് വിളിക്കും, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, പാരലൽ കോളേജിൽ വരിക, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുക, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുക, BCom പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ക്യാൻവാസിൽ വരും. അപ്പോൾ +2 വരെ പഠിച്ചത് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ ആകപ്പാടെ 3 കോളേജിലാണ് അഡ്മിഷൻ എടുത്തത്. യൂണിവേഴ്സിറ്റി കോളേജും ആർട്സ് കോളേജും ധനുഷനും കോളേജും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇവിടെ തന്നെ എനിക്ക് എന്ത് ചെയ്തു, അഡ്മിഷൻ കിട്ടി, പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യം എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് കയറിയിരുന്നത്. പിന്നീട് പഠനം മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് വീട്ടിൽ നിന്ന് പഠിക്കേണ്ടതെന്ന് പറയുന്നത്. പക്ഷെ വെല്ലുവിളി എന്താണ്, ടീച്ചറെല്ലാം പ്രശ്നമായത് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഒരു 2 വർഷക്കാലം പഠിച്ചതിന് ശേഷം ഞാനതിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഹിന്ദി ഡിപ്പാർട്ട്മെന്റിൽ കയറി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം പഠിക്കാൻ ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു. ഇംഗ്ലീഷ് അധ്യാപകനാകില്ല എന്നുള്ള കാഴ്ചപ്പാടാണ്. പക്ഷെ എനിക്ക് അത്രയും പ്രതിസന്ധികൾ വന്നപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു മുന്നോട്ടുള്ള പഠനം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ, പഠിച്ചു കഴിഞ്ഞാൽ ജയിക്കണം. ജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലെ അധ്യാപകനെ പുറത്തു കൊണ്ടുവരണം. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, എനിക്ക് ഒരു ബേസ് ഉള്ളത് ഹിന്ദി ഭാഷയാണ്. ഹിന്ദി സംസ്കൃതമാണ് ഇഷ്ടപ്പെട്ട ഭാഷ. അതിനോടൊരു ക്രൈസ് വന്നിട്ട് ഒരു ഹിന്ദി ടീച്ചറിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഹിന്ദിയിലോട്ട് ചേഞ്ച് ചെയ്തു. ഹിന്ദി ഭാഷ ഡിഗ്രി കംപ്ലീറ്റ് ആക്കി. ആ സമയത്ത് തന്നെ എൻട്രൻസ് എഴുതി. നമുക്ക് എൻട്രൻസ് വേണം BEd. ആദ്യം വലിയ പേടിയാണ്, 2 വർഷമൊക്കെ. അപ്പോൾ ഒരു വർഷം പഠിക്കാൻ വേണ്ടി രാത്രി എന്ത് ചെയ്തു, രാത്രി കാലങ്ങളിൽ പല പത്രം ഓഫീസുകളിലും ജോലിക്ക് പോകുമായിരുന്നു. എൻ്റെ പ്രശസ്തമായ പത്രം ഓഫീസുകളിൽ ഈ പത്രക്കെട്ടുകളൊക്കെ ചുമക്കാൻ വേണ്ടിയുള്ള ജോലിക്ക് പോകുമായിരുന്നു. ജോലിക്ക് പോയിട്ട് രാവിലെ വെളുപ്പിന് അവിടെ വരും. തിരിച്ച് അവിടെ റൂമിലാണ്, താമസിക്കുന്നത്. അവിടെ വന്നിട്ട് 8-8:30 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് സ്കൂളിലേക്ക് ക്ലാസ്സിലേക്ക് പോകും.
ഗവൺമെന്റ് സെന്ററാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴും അവിടെയും ഞാനൊക്കെ ക്ലാസ് ലീഡർ, പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് വെറുതെ ഇരിക്കും. കാരണം എല്ലാവർക്കും ആർക്കും അറിയില്ല രാത്രി ജോലിക്ക് പോയിട്ടാണ് വരുന്നത്. പറയുന്നത് നമ്മളൊരു പ്രതിസന്ധി കാലഘട്ടം, നമ്മളെ ഇപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും അതല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളും ഇതുപോലുള്ള ഒരു പ്രതിസന്ധി കാലഘട്ടത്തെ അതിജീവിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം കണ്ടതിൽ വെച്ച് അല്ലെ എല്ലാ മഹാരഥന്മാരും അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാർ ക്രിസ്തുദേവൻ മുതൽ തുടങ്ങിയ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെ ചട്ടമ്പി സ്വാമി അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ ഉൾപ്പെടെ ആരെടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയായിരുന്നു വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയായിരുന്നു അവരെല്ലാം പ്രവർത്തിച്ചു. കാരണം അറിവാണ് ഈശ്വരൻ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറിവാണ് ഈശ്വരൻ. എത്രത്തോളം അറിയുമോ അത്രത്തോളം നമ്മൾ ഈശ്വരനോട് അടുത്ത് നിൽക്കുന്നത്. അത് ഏത് കാര്യം നമ്മൾ മതഗ്രന്ഥങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന ബൈബിളാകട്ടെ, ഖുർആനാകട്ടെ, ഭഗവത്ഗീതയാകട്ടെ, രാമായണമാകട്ടെ, എന്തിനേറെ പറയുന്ന ഉദാഹരണം പറയാം. ഈ രാമായണം എഴുതിയ ആരെങ്കിലും പറയും ഒരു കാട്ടാളനാണെന്ന് പറഞ്ഞല്ലേ. അയാൾ എല്ലാവരെയും പിടിച്ചു വെച്ച് കൊലയും കൊള്ളയും നടന്നു. അപ്പൊ ആളുകൾ ചോദിക്കും, നാരദമഹർഷിയാണ് തോന്നുന്നു ചോദിക്കുന്നത്, എന്തിനാ നിങ്ങൾ കൊല്ലുന്നത്? വീട്ടുകാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ നാരദമഹർഷിക്ക് അത് ആകപ്പാടെ വേറെ 5 പൈസയില്ല, പക്ഷെ ഉള്ളത് വിദ്യാഭ്യാസം മാത്രമാണ്. അപ്പൊ ആ മനുഷ്യ വലിയ മനസ്സിലാകുന്നുണ്ട് ഈ കാട്ടാളന് വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെ അപരിഷ്കൃതനായി മാറിയത്. അപ്പൊ അങ്ങനെ അവന്റെ ഉള്ളിലേക്ക് അക്ഷരം എന്ന് പറയുന്ന അഗ്നിയാണ്. ആ അക്ഷരം കടത്തിവിടുന്നു അല്ലെ, രാമായണം. എന്താണ് അന്ധകാരമായണം. അപ്പൊ ആ ഒരു അക്ഷരാഗ്നി കൊളുത്തിവിട്ടതാണ് പിൽക്കാലത്ത് അല്ലെ നമ്മുടെ ഇതിഹാസമായിട്ടുള്ള ആദിമഹാകാവ്യമായിട്ടുള്ള രാമായണം പുറത്തുന്നത്. അപ്പൊ അതിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന വാക്കെന്ന് മാനുഷാദനാണ്. ഒരു കാട്ടാളനാണ്. ഒരു കാട്ടാളൻ തന്നെ വിദ്യാഭ്യാസം നേടിയപ്പോൾ വാൽമീകിയായിരുന്നു. പിന്നീട് ക്രൗഞ്ച പക്ഷികൾ ഇണചേരുമ്പോൾ മറ്റൊരു അമ്പയിനെ വീട്ടുന്നത് കാണുമ്പോൾ വേദന തോന്നുന്ന ഈ കാട്ടാളൻ വാൽമീകിയായി മാറിയപ്പോൾ അയാളുടെ ഉള്ളിൽ നിന്ന് വന്ന ആദ്യത്തെ കാര്യമാണ് അരുത് അല്ലെ, അരുത് എന്നുള്ള ആ ഒരു ജന്മം. തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കുക. ഞാനത് പറഞ്ഞത് സമയം എനിക്കറിയാം, പരിമിതമാണെന്ന് അറിയാം. ഇതെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കുക വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. അപ്പം ആ ഒരു അന്നത്തെ കാലത്ത് ബിഎഡ് പഠനം പൂർത്തിയാക്കി നല്ല മാർക്കോട് കൂടി ആദ്യത്തെ 10 സ്ഥാനത്തിന് ഉള്ളിൽ വരെ വന്നു അല്ലേ. എന്നിരുന്നാലും വിദ്യാഭ്യാസം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഹിന്ദിയും പഠിച്ചു അല്ലെ, എംഎയും പഠിച്ചു. എംഎ പഠിക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യമാണ്, ഞാൻ നാട്ടില് എല്ലാവരോടും ടീച്ചർമാരോടൊക്കെ പറയും എനിക്ക് 2nd റാങ്ക് കിട്ടുമെന്ന് പറയും. 1ാം വർഷം തന്നെ പറഞ്ഞു 2nd റാങ്ക് കിട്ടും. അപ്പൊ എല്ലാവരും അത്ഭുതത്തോടെ ചോദിച്ചു, സാധാരണ എല്ലാവരും 1ാം റാങ്ക് അല്ലേ കിട്ടുമെന്ന് പറയുന്നു, താങ്കൾ എന്തിനാണ് ഈ 2ാം റാങ്ക് കിട്ടുമെന്ന് പറയുന്നത്? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ ഉത്തരം, എൻ്റെ ക്ലാസ്സിൽ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉറക്കം പറഞ്ഞിട്ട് പഠിക്കുന്നു. അപ്പൊ അതിൽ അങ്ങനെയൊക്കെ ഒരാൾ 1ാം റാങ്ക് മേടിച്ചോട്ടെ. പക്ഷെ എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് ഞാനും പഠിച്ചതും അല്ലെങ്കിൽ എന്താണ് മറ്റു സമയങ്ങളിൽ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്ന സമയമുണ്ട്. ആ സമയത്ത് എൻ്റെ അറിവിൻ്റെ പരമാവധി ഞാൻ എഴുതി ആ 1ാം റാങ്ക് തീർച്ചയായിട്ടും അത്രയും അധ്വാനിക്കുന്ന പഠിക്കുന്ന കുട്ടിക്ക് 2ാം റാങ്ക് എനിക്ക് കിട്ടുന്നു അല്ലേ. അപ്പൊ അങ്ങനെ 1ാം വർഷം റിസൾട്ട് വന്നപ്പോൾ ഞാൻ 6ാം സ്ഥാനത്തായിരുന്നു. 2ാം വർഷത്ത് പരീക്ഷ എഴുതി റിസൾട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ എത്രയും 3ാം സ്ഥാനത്താണ് വന്നത്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 3ാം സ്ഥാനത്ത് വന്നു. അങ്ങനെ അപ്പോൾ എല്ലാവരും കളിയാക്കി പറഞ്ഞതല്ലേ 2ാം റാങ്ക് കിട്ടും, പക്ഷേ 3ായി പോയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ റാങ്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് യൂണിവേഴ്സിറ്റി അങ്ങനെ അപേക്ഷിച്ചിട്ട് ഈ റാങ്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്ന സെക്ഷനിൽ ഇരിക്കുന്ന ആ ലേഡി മേഡം പറയുകയാണ് നിലനിൽപ്പെടാൻ കണ്ടത്. കാരണം ഈ 2ാം മാർക്ക് കിട്ടിയ കുട്ടി 1ാമത്തെ വർഷവും 2ാമത്തെ വർഷവും ഒരുമിച്ച് പരീക്ഷ എഴുതി നേടിയതാണ്. അതുകൊണ്ട് ആ കുട്ടിയെ റാങ്കിൽ പരിഗണിക്കില്ല. സ്വാഭാവികമായിട്ടും 1ാം സ്ഥാനത്ത് താങ്കൾ 2ാം റാങ്കിലേക്ക് വരും. അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയുടെ 2ാം റാങ്കിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം അത് ആരുടെയും കൂടി കാണിക്കാനല്ല, എന്തുകൊണ്ട് കൊണ്ടുവന്ന് ചോദിക്കുന്നത് അതാണ് പറഞ്ഞിട്ടുള്ളത്. ആൽക്കമിസ്റ്റ് പറഞ്ഞതുപോലെ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, പ്രകൃതി പോലും നമുക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും അല്ലേ. ആൽക്കമിസ്റ്റ് ആ വായിച്ചിട്ടില്ല, നോവൽ വായിച്ചിട്ടില്ല, നല്ല രസമാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. കാരണം എനിക്ക് മറ്റൊരാളുടെ അനുഭവം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വിവരിച്ചു തരേണ്ട ആവശ്യമില്ല. കാരണം ഗാന്ധിജിയെ അബ്രഹാം ലിങ്കനെ ഒക്കെ എനിക്കറിയും. പക്ഷേ നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ ശീലമാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ കുട്ടിക്കും ഓരോ അനുഭവം ഉണ്ടായി, ഓരോ രക്ഷിതാക്കളും അത് നമുക്ക് സാധിക്കും.
അങ്ങനെ ആയാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും? നല്ല അധ്യാപകരായി, അധ്യാപികമാരായി, നല്ല ടീച്ചേഴ്സായി, നല്ല ഗുരുക്കന്മാരായി മാറും. അങ്ങനെ ഒരു ആയി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാനം ഉദയിക്കുന്നില്ല, ദൈവത്തിനുമില്ല. കാരണം മാതാപിത ഗുരു ദൈവം നമ്മളിലൂടെയാണ് വിദ്യാർത്ഥി അന്ധകാരം മാറി വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. ഇത് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്, ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ലോകം മുഴുവനും അന്വേഷിച്ച് നടന്ന ആളുകൾ, അല്ലെ, ലോകത്ത് മുഴുവനും ധനത്തിന് വേണ്ടി ഓടിയ ആളുകൾ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് പൈസ, സ്വർണം, അല്ലെ, വസ്തുവകൾക്ക് വേണ്ടി പിന്നാലെ ഓടിയ ആളുകൾ. അവർ നേടിയത് ആർദ്യമണ്ണാണ്. പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വലിയ ധനത്തിന് പിന്നാലെ ഓടിയ ആളുകളെല്ലാം ഇന്നും ചരിത്രത്തിൽ ഇടം നേടി നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ മുൻഗാമികളായി, അല്ലെ, നമ്മുടെ റോൾ മോഡലായി അവരിന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഏതാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. നല്ല വിദ്യാഭ്യാസം കാഴ്ചപ്പാടുകളോടുകൂടിയാണ് നമ്മുടെ സമൂഹം പ്രവർത്തിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായി വായിക്കുക. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നന്നായി വായിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേറൊന്നല്ല, ഞാൻ ആദ്യം പറഞ്ഞ എനിക്ക് ഇംഗ്ലീഷ് ആകാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. ഹിന്ദി ഇന്നും ഞാൻ ഹിന്ദി അധ്യാപകനായി ജോലി ചെയ്യുന്നുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ സാക്ഷരത വിദ്യാഭ്യാസം, ഔപചാരികമായ വിദ്യാഭ്യാസം നേടാൻ പറ്റാതെ പോയ ഒരു സമൂഹം ആളുകളുണ്ട്. അമ്മമാർ, രക്ഷകർത്താക്കൾ, അവരെല്ലാവരും കൂടെ എന്തെങ്കിലും ശനി ഞായർ ദിവസങ്ങളിൽ ക്ലാസ്സിൽ വരുമ്പോൾ 10ാം ക്ലാസ്സിൽ അവരുടെ ഹിന്ദി പാഠഭാഗം ഇന്നലെയും ക്ലാസ് കൈകാര്യം ചെയ്തത് ഞാൻ തന്നെയാണ്, വേറെ ആരുമില്ല. അങ്ങനെ സമയം കണ്ടെത്തി ആഴ്ചയിൽ 2 മണിക്കൂറെങ്കിലും അവരുടെ മുമ്പിൽ പോകാറുണ്ട്. ഈ ഒരു 2.5 വർഷക്കാലത്തിനകത്ത് എന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ സ്കൂളുകളിലും ബഡ് സ്കൂളുകളിലും അംഗനവാടികളിലും ഞാൻ പോകും. കാരണം വെച്ചാൽ ഭിന്നശേഷിക്കാരായ ആളുകളെയും കൂടെ നമ്മൾ കാണണം. അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു വരികയും എല്ലാം ആത്മാർത്ഥമായും ചെയ്തു വരികയാണ്. രാവിലെ വരുന്ന വഴിക്കും അംഗനവാടിയും ബഡ് സ്കൂളും സന്ദർശിക്കാൻ വരുന്നത് നോക്കുക എത്രത്തോളം ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ശരിയല്ലേ? ഇവിടെ രാവിലെ എഴുന്നേറ്റ് ഈ ബഡ് സ്കൂളിലെയും അംഗനവാടികളിലെയും അല്ലെങ്കിൽ സ്കൂളിലെയും കുട്ടികളെയും അവരോടൊപ്പം ഒന്ന് ചെലവഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ദുഃഖമാണ്. അധ്യാപനം കിട്ടുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞത് നമ്മൾ എത്ര പ്രതിസന്ധി നേരിടേണ്ടി വന്നിരുന്നാലും കുട്ടികളുടെ മുമ്പിൽ എത്തുന്ന നമ്മളെല്ലാം നമ്മൾ വളരെ പോസിറ്റീവായി, എപ്പോഴും പോസിറ്റീവായി. ഓക്കെ, ആ ഒരു പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യുക. അതോടൊപ്പം ഞാൻ പറയാവുന്ന കാര്യം കാരണമല്ല, ഇംഗ്ലീഷ് ഭാഷയിൽ എനിക്ക് വലിയ പരിജ്ഞാനമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ലിറ്ററേച്ചർ ആകാൻ താല്പര്യം ഏതായിരുന്നു? ഇംഗ്ലീഷ് ആയിരുന്നു. പക്ഷേ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. ഹിന്ദി പഠിപ്പിക്കും, സംസ്കൃതം പഠിപ്പിക്കുന്നു. ആ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പറ്റാതെ പോയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെ ഈ ഹിന്ദു പത്രം, അല്ലേ, ഹിന്ദു അത്യാവശ്യം നല്ല വാർത്തകളുടെ പത്രമാണ്, അത് മാത്രം വാങ്ങി എപ്പോഴും കയ്യിലെടുക്കുന്നത്, വണ്ടിയിലെടുക്കുക. അതിലൊന്ന് മുഴുവൻ വായിക്കും. കാരണം വെച്ചാൽ ആ ഭാഷയിൽ നമ്മളെന്ത് ചെയ്യുക, അറിവ് നേടിയെടുക്കും. കാരണം എനിക്ക് പറ്റാതെ പോയൊരു കാര്യമാണ്. കാരണം അത്രയും പ്രതിസന്ധിയായിരുന്നു. പക്ഷെ ഞങ്ങൾ മാസ്റ്റർ ഡിഗ്രി ഒക്കെ നേടി. ഇന്നും ഞാനൊരു വിദ്യാർത്ഥിയാണ്. കേരള ലോ അക്കാദമിയുടെ ഫസ്റ്റ് ഇയർ LLB സ്റ്റുഡൻ്റാണ്. അതുപോലെ തന്നെ നിയമസഭ, കേരള നിയമസഭയുടെ നിങ്ങൾക്ക് ഒരാളും കൂടെ നൽകാം. കേരള നിയമസഭ എല്ലാ 6 മാസത്തിലും ഒരു കോഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നുണ്ട്. KLAPS അറിയാമായിരിക്കും. അതായത് പാർലമെന്ററി പ്രൊസീജിയേഴ്സിനെ കുറിച്ചുള്ള, നിയമപഠനത്തെ കുറിച്ചും പാർലമെന്ററി പ്രൊസീജിയേഴ്സിനെ കുറിച്ചുള്ള പഠനമാണ്. അത് പബ്ലിക്കിന് വേണ്ടി തുറന്നുകൊടുത്തിരിക്കുകയാണ്. MLA-മാർക്കല്ല, എല്ലാവർക്കും പഠിക്കും. അപ്പൊ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. 6 മാസം. ഏറ്റവും വലിയ ലൈബ്രറി കേരള നിയമസഭയുടെ ലൈബ്രറിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചില MLA-മാർ പറഞ്ഞത് വളരെയധികം ടാലന്റായിട്ട് നിന്ന് വായിക്കുന്ന ആളുകളാണ്, അല്ലെ? അത്രയും റഫറൻസ് നമുക്ക് വലിയ ഗ്രന്ഥശാലയാണ്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ആ ഒരു കോഴ്സിന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പഠിക്കാൻ സാധിക്കില്ല. 6 മാസം പ്രാക്ടീസ് അതൊക്കെ ഒന്ന് പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം എത്രത്തോളം നമുക്ക് കിട്ടുമോ അത്രത്തോളം നമ്മൾ ആർജിക്കുക. അവസാന ശ്വാസം വരെയും നമ്മൾ ആർജിക്കുന്ന ഒരേ ഒരു കാര്യം വിദ്യാഭ്യാസമാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. ഈ ഒരു ക്യാമ്പസിൽ എത്തിച്ചേർന്നപ്പോൾ ഒരു ഗുരുകുല സമ്പ്രദായത്തിൻ്റെ ഒരു ഫീലാണ്, ഒരു പോസിറ്റീവ് ഫീലാണ് എനിക്ക് കിട്ടിയത്. അതിനും ഞാൻ പ്രത്യേകം എന്താണ് ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ആ ഒരു രീതിയിൽ ഒരു നല്ലൊരു ഫീൽ കിട്ടി. അതുപോലെ എല്ലാവരെയും കാണാൻ പറ്റി. ആ 12 വർഷം, അല്ലെ, 12 വർഷം എന്ന് പറയുന്നത് 25 വർഷം 50 വർഷമൊക്കെ അതിന്റെ ചൈത്രയാത്ര മുന്നോട്ട് പോകട്ടെ. തീർച്ചയായിട്ടും ഈ ഒരു ദിവസം നിങ്ങളുടെ അതോടൊപ്പം തന്നെ വർണ്ണത്തുപ്പികൾ എന്ന് പറയുന്ന 15 ദിവസത്തെ ക്യാമ്പ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവരും നന്ദി, നമസ്കാരം. വളരെ ഭംഗിയായി ഈ ഗ്രാജുവേഷൻ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും ഗ്രാജുവേറ്റിംഗ് സ്റ്റുഡൻസിന് വളരെ കൃത്യമായിട്ടുള്ള ആലോചനകളും
മോട്ടിവേഷനും ഒക്കെ തന്ന ഒരു സാറിനോടുള്ള സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ക്യാമ്പസിൽ നടക്കാൻ പോകുന്ന ക്യാമ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു. എല്ലാവിധമായ സ്നേഹവും അറിയിച്ചുകൊള്ളട്ടെ. പ്രത്യേകമായി നമ്മുടെ ചെയർമാനിൽ നിന്ന് കേൾക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ഈ കഴിഞ്ഞ കോഴ്സും കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായി നടത്തുവാൻ ഇവിടുത്തെ അധ്യാപകരെയും അനധ്യാപകരെയും ഒക്കെ നേതൃത്വം കൊണ്ടും ആലോചനകളിലും ഒക്കെ സഹായിച്ച നിങ്ങളെയൊക്കെ ഒരു പിതാവിനെ പോലെ, സഹോദരനെ പോലെ, ഗുരുവിനെ പോലെ സ്നേഹിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും ആരാധനായ നമ്മുടെ ഈ ക്യാമ്പസിന്റെ കോളേജിന്റെ ചെയർമാൻ, പ്രസിഡന്റ് റവറന്റ് ഫാദർ റജി വർഗീസ് അവരുടെ ഞാൻ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ ഐഫറിന്റെ പ്രിൻസിപ്പൽ ശ്രീ രാധാകൃഷ്ണൻ സാർ, പെരുമ്പുടവ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ലാൽകൃഷ്ണ അവർ, അധ്യാപകരെ, 2020-22 കാലയളവിൽ പഠിച്ച് ഇന്ന് ഗ്രാജുവേറ്റ് ആകാൻ പോകുന്ന വിദ്യാർത്ഥികൾ, ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറുമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, ഞാനിങ്ങനെ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ വാക്കുകളും സംസാരങ്ങളും ചിലപ്പോൾ ഇമോഷനായി ഏത് രീതിയിൽ വരുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ടോക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അറിയില്ല. അത്രയ്ക്ക് സന്തോഷവും, എൻ്റെ ഒരു വികാരം എന്ന് പറയുന്നത് അത് സന്തോഷമാണോ അതൊരു സങ്കടമാണോ എന്താണെന്ന് പോലും ഇന്ന് രാവിലെ മുതൽ എനിക്ക് തന്നെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. പ്രാരംഭമായി ഐഫറിന്റെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞിട്ട് ഞാൻ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കും. 2008 സെൻട്രൽ ഗവൺമെന്റ് NCT-യുടെയും കേരള ഗവൺമെന്റിന്റെയും അഫിലിയേഷൻ കിട്ടി. 2009 ഫസ്റ്റ് ഇൻടേക്ക് ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥാപനമാണ് ഐഫർ. അതിനുശേഷം അന്ന് ഞങ്ങളായിരുന്നില്ല ഇതിന്റെ മാനേജ്മെന്റ്. അതിനുശേഷം 2017 എന്തൊക്കെയോ കാരണത്താൽ ഐഫർ എന്ന് പറയുന്ന സ്ഥാപനം അങ്ങനെ അറിയപ്പെടാതെ തന്നെ ആ ഒരു 7-8 വർഷത്തെ പ്രവർത്തനമായി അറിയപ്പെടാതെ തന്നെ ഐഫർ എന്ന സ്ഥാപനം നിന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2018 ഞാനും രാജേഷ് സാറും ചേർന്ന് ഇതിനെ ഏറ്റെടുത്ത് നടത്തുന്നതിനെ പറ്റി പലതരത്തിൽ ചർച്ചകൾ ചെയ്യുകയും മുൻപത്തെ മാനേജ്മെന്റിലേക്ക് സമീപിക്കുകയും ചെയ്തപ്പോൾ അതൊന്നും നടന്നില്ല. എന്നാൽ അത് നടന്നത് 2020 2020 ഐഫർ എന്ന് പറഞ്ഞാൽ കീഴാറൂർ ജംഗ്ഷനിൽ പോയി നിന്ന് ആരോട് പറഞ്ഞാലും ഐഫർ എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തെ പറ്റി ആർക്കും അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ സ്ഥാപനം 2020 ഞാൻ ഏറ്റെടുത്തു. അന്ന് രാജേഷ് സാർ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഐഫർ ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഒരു കോമ്പൗണ്ടിനകത്ത് 2-3 കെട്ടിടവും, കെട്ടിടത്തിൽ പോലും വളരെ വലിയ മരങ്ങളും, ഈ പ്രദേശം മുഴുവൻ കാട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു 2020 ഐഫർ. 2020 ശേഷം ഉണ്ടാക്കിയെടുത്ത ഒരു റീച്ചാണ് ഇന്ന് ഐഫറിനുള്ളത്. അതിനുശേഷം 2020 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജയചന്ദ്രലേഖ ടീച്ചർ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഒരു ടീച്ചിങ് പാനലിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ടീച്ചറിന് കുറച്ച് നാൾക്ക് ശേഷം തന്നെ മൈലച്ചർ ഗവൺമെന്റ് സ്കൂളിലേക്ക് ജോലി കിട്ടുകയും ടീച്ചർ അങ്ങോട്ട് പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഏറ്റവും ബഹുമാനമുള്ള രാധാകൃഷ്ണൻ സാർ ഗവൺമെന്റ് TTI നെയ്യാറ്റിൻകര പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിട്ടയർഡ് ആകുകയും ഞങ്ങളുടെ സ്ഥാപനത്തിൽ പ്രിൻസിപ്പളായി ചാർജ് എടുക്കുകയും ചെയ്തു. അന്ന് രാധാകൃഷ്ണൻ സാറും ഷെർലി ടീച്ചറും
രാജേഷ് സാറും ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ടം ടീച്ചേഴ്സ് ആയിരുന്നു എന്നുള്ളത്. ഞാൻ ഇതിനിടയിൽ ഷെല്ലി ടീച്ചറിനെ ഓർക്കുന്നു. നമ്മുടെ തുടക്കം മുതൽ ഇതുവരെയും നമ്മോട് കൂടെ ഉണ്ടായിരുന്ന ടീച്ചർ അസുഖവുമായി ബന്ധപ്പെട്ട് വെല്ലൂർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. 2-3 മാസങ്ങൾക്കപ്പുറം വീണ്ടും നമ്മുടെ സ്ഥാപനത്തിൽ അധ്യാപികയായി ജോലി. അങ്ങനെ ഇപ്പോൾ വളരെ മനോഹരമായി തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും മികച്ച ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായി ഈ സ്ഥാപനം വളർന്നു വരുന്നു. ഈ സ്ഥാപനം വളർന്നു വരുമ്പോൾ ഈ സ്ഥാപനത്തെ വളർത്തിയവരെ മറക്കാനായിട്ട് കഴിയും. ഈ സ്ഥാപനം 2020 ഞങ്ങൾ പറിച്ചു നടുമ്പോൾ ഈ സ്ഥാപനത്തിന് വേരോ ഈ സ്ഥാപനത്തിന് ഇലയോ തളിർപ്പോ ഒന്നുമില്ലായിരുന്നു. വെറും ഒരു ഉണക്ക കമ്പ് മാത്രമായിരുന്നു ഈ ഐഫറിന് വെള്ളമൊഴിച്ചതും ഐഫറിന് വളമിട്ടതും ഐഫറിനെ വാലുമാറാക്കിയതും ഒക്കെ ഈ നിങ്ങളുടെ മുമ്പിൽ ഈ ഇരിക്കുന്ന കറുത്ത കുപ്പായം ഇട്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥികളാണ്. സാധാരണ DLED കോഴ്സ് 2 വർഷമാണ്. ഐഫറിൽ 3 വർഷം പഠിച്ച വിദ്യാർത്ഥികളാണ് ഈ നിങ്ങളുടെ മുൻപിലിരിക്കുന്നത്. കോവിഡ് സമയത്ത് ഐഫറിന്റെ ഫ്രണ്ട് ഗേറ്റ് പൂട്ടിയിട്ട് പുറകെ ഗേറ്റ് തുറന്ന് ഇവിടെ നിന്ന് പഠിച്ചവരാണ് ഈ മുൻപിലിരിക്കുന്ന കുട്ടികൾ. ഇവിടത്തെ മുക്കും മൂലയും മരങ്ങളും മണ്ണുകളും ഇവിടെ വളർന്ന ചെടികൾക്കുമൊക്കെ അവരുടെ കൈകളുടെയും കാലുകളുടെയും അധ്വാനമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ അങ്ങനെ ഐഫറിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോയേണ്ടവരാണ്. ഐഫറിൽ നിന്ന് സ്റ്റാൻഡേർഡായിട്ട് ഇറങ്ങിപ്പോയേണ്ടവരാണ്. ഇന്ന് നിങ്ങൾ ഘോഷയാത്രയായി ഐഫറിന്റെ ഗേറ്റിൽ കയറി വരുമ്പോൾ ഐഫറിന്റെ ഗേറ്റ് 2ഉം തുറന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ വീണ്ടും പറയുകയാണ്, എന്നും ഇവിടുന്ന് പോയാലും എന്നും നിങ്ങൾക്ക് വേണ്ടി ഈ ഐഫറിന്റെ ഗേറ്റ് ഇങ്ങനെ തന്നെ തുറന്നു വരണം. ധൈര്യമായി ഐഫറിനെ വളർത്തിയതാണ് നിങ്ങൾ. ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന ജൂനിയർ സ്റ്റുഡൻസിനും പറഞ്ഞാൽ മനസ്സിലാവില്ല. വെട്ടിയിട്ടുണ്ട്, കളച്ചിട്ടുണ്ട്, നട്ടിട്ടുണ്ട്, പണിതിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ദിവസം ഐഫറിന്റെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതി വയ്ക്കാനുള്ള ഒരു ദിവസം. ഇതങ്ങനെ ചെറിയൊരു പരിപാടിയല്ല. ഞാൻ ഏറ്റവും ആഗ്രഹിച്ചൊരു പരിപാടിയാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തി ഈ കുട്ടികളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. നിങ്ങൾ ഒരിക്കലും ഐഫറിന് പുറത്തുള്ളവരല്ല, നിങ്ങൾ ഐഫറിന് അകത്തുള്ളവർ. നാളെ നിങ്ങൾ അധ്യാപകരായി തീരുമ്പോൾ വെറും അധ്യാപകരല്ല, ഐഫറിൽ പഠിച്ച നല്ല അധ്യാപകരായി മാറും. ഐഫറിൽ പഠിച്ച ക്വാളിറ്റി നിങ്ങൾക്കുണ്ടാകും. നിങ്ങളെ ഐഫർ മറന്നിട്ടില്ല, ഒരിക്കലും ഐഫറിനെയും നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിന്റെ അധ്യാപകരും നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതുപോലെ, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചതുപോലെ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ഇവിടെ ഇരിക്കുന്ന മറ്റ് സ്റ്റുഡൻസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. ഒരു സ്ഥാപനവും, നമുക്ക് ചുറ്റുമുള്ള ഒരു സ്ഥാപനവും ഈ കുട്ടികളെ 3 വർഷം പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നത് 1 വർഷത്തിന് താഴെ മാത്രമേ മറ്റ് സ്ഥാപനക്കാർ ഈ 2020-22 ബാച്ചിന് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള ഐഫറിന്റെ ടീച്ചേഴ്സ് ശനിയോ ഞായറോ 4 മണിക്ക് ശേഷമോ 9 മണിക്ക് മുൻപേയോ എന്നും നോക്കാതെ കഠിനമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സിനെയോ സ്ഥാപനത്തെയോ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ പഠിക്കണം,
നല്ല അധ്യാപകരായി തീരണം. നിങ്ങൾ നല്ല അധ്യാപകരായി തീരുമ്പോൾ നാളെ നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ എവിടാ പഠിച്ചത്. അന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം ഞങ്ങൾ ഐഫറിലെ കുട്ടികളാണ്. ഇവിടെ ഇരിക്കുന്ന ജൂനിയേഴ്സ് 2 ബാച്ച് ഇപ്പൊ ക്യാമ്പ് തുടങ്ങാൻ പോകുന്നവരും ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ചിലരുമാണ്. നിങ്ങൾക്കും ഇതുപോലൊരു ദിവസം വരും. ഇതുപോലെ ഫ്രണ്ടിൽ നിങ്ങൾ നയിക്കും. ഇവിടെയുള്ള അധ്യാപകർ നിങ്ങളെ കുറിച്ച് ഇതിനേക്കാൾ നല്ലത് പറയിപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ട കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങൾ ഒരു അധ്യാപകൻ ചെയ്യേണ്ട കർത്തവ്യങ്ങളുണ്ട്. അത് അധ്യാപകൻ ചെയ്യണം. ഞാൻ പലപ്പോഴും വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. നിങ്ങളല്ല ഇവരെ പാന്റ് തച്ചോണ്ട് വന്നവരെ എന്റെ ഓഫീസിന്റെ ഫ്രണ്ടിലിരുത്തി അഴിപ്പിച്ചിട്ടുണ്ട്. ഇവരിൽ പലരെയും നിങ്ങളോടത് കാണിച്ചാൽ നിങ്ങൾ എങ്ങനെ അംഗീകരിക്കുമെന്ന് എനിക്കറിയും. അവരവിടെ നിന്ന് അഴിച്ചിട്ട് ക്ലാസ്സിൽ കയറി പോയിട്ടു. തയ്യലൊക്കെ ഇങ്ങനെ സ്ലൈഡ് വെച്ച് അഴിച്ചിട്ട് ക്ലാസ്സിൽ കയറി പോയിട്ടു. അന്നൊന്നും ഇവരാരും പ്രതികരിച്ചിട്ടില്ല. ഞാൻ വഴക്ക് പറഞ്ഞതിന് ഒരു കൈയും കണക്കില്ല. ഇങ്ങനെ നാളെ അധ്യാപകരായി തീരുമ്പോൾ 9:30 ക്ലാസ് വെച്ചാൽ 9:45 നിങ്ങൾ സ്കൂളിൽ കയറി ചെന്ന് 9:50 വരുന്ന കുട്ടിയെ എന്ത് താമസിക്കുമെന്ന് കേൾക്കേണ്ട ഒരു അർഹതയും നൽകി. ടീച്ചർ 9 മണിക്ക് ക്ലാസ്സെങ്കിൽ 8:55 എത്തണം. എന്നിട്ട് 9 മണി കഴിഞ്ഞ് വരുന്ന കുട്ടിയോട് നീ എന്ത് താമസിച്ചു എന്ന് ചോദിക്കണം. അതായിരിക്കണം അധ്യാപനം. അല്ലെങ്കിൽ പോകരുത്. ഈ ജോലി അധ്യാപകൻ എന്ന് പറയുന്ന ജോലിക്ക് പോകരുത്. അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അധ്യാപകരാകാൻ പഠിക്കുന്നവരും അങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ ചിലപ്പോൾ പിടിച്ച് ഇവിടെ പുറത്ത് നിർത്തിയിരിക്കും താമസിച്ചാൽ. നിങ്ങൾ പഠിപ്പിക്കേണ്ടവരാ. നിങ്ങൾ എങ്ങനെ സ്കൂളിലെ കുട്ടികളെ ചെന്ന് നിയന്ത്രിക്കും? പഠിക്കണം. ഇതൊക്കെ പഠിക്കേണ്ടടുത്തുനിന്നാണ് പഠിക്കേണ്ടത്. അവരൊക്കെയാണ് പഠിച്ചവരാണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. പുറത്തുനിന്ന് പഠിക്കുന്നവർ, പുറത്ത് നിന്ന് അരമണിക്കൂർ പഠിച്ചിട്ട് കയറുന്നവരുമുണ്ട്. നിങ്ങൾക്ക് നല്ല ഭാവികളും നല്ല ജോലികളും നല്ല ജീവിത മാർഗങ്ങളും ലഭിക്കും. മറക്കില്ല നിങ്ങളെ. ഐഫറിന് മറക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരും. ഇന്ന് ക്യാമ്പിന്റെ തുടക്കമാണ്. ക്യാമ്പ് നടക്കുന്ന നമ്മുടെ കുട്ടികളുണ്ട്. ക്യാമ്പ് വരുന്ന 20-ാം തീയതി അവസാനിക്കുന്നത് വരെ ഒത്തൊരുമയോടുകൂടെ സ്നേഹത്തോടുകൂടെ നിങ്ങളും ഭംഗിയായി ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോവുക. ഈ ക്യാമ്പ് നടത്താൻ ക്യാമ്പിനുള്ള എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കും. ഇനി ഈ കുട്ടികളെ പറ്റി ഞാൻ കൂടുതൽ സംസാരിച്ചാൽ ഞാനിവിടെ നിന്ന് കഴിയും, അവരെഴുതുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നമ്മുടെ ചെയർമാൻ വളരെ കൃത്യമായി നിങ്ങളോട് സംസാരിച്ചു. അച്ഛൻ്റെ ഹൃദയം മുഴുവനായിട്ട് നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ലായിരിക്കും. കാരണം സ്പോൺസർ ഓൾവേസ് പറ്റും. കുഞ്ഞുങ്ങളോടൊപ്പം ഈ പ്രിയ സ്ത്രീകളോടും സുഹൃത്തുക്കളോടൊപ്പമുള്ള ഈ 2-3 വർഷത്തെ യാത്ര ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. ഒരല്പം കൂടെ ക്ലോസ് ആയിരുന്നു. അവരോട് അല്പം കൂടെ വാത്സല്യവും സ്വാതന്ത്ര്യവും ഞങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങളാരും ഞങ്ങളെ മറക്കില്ല എന്നുള്ളത് പോലെ തന്നെ ഞങ്ങൾക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കില്ല. ആരെങ്കിലും വൈകാരികമായാൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാം വൈകാരികമായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവിടെ പിൻവലിക്കും. നിങ്ങൾ സ്പെഷ്യലാണ്. നിങ്ങൾ പോകുന്നിടത്തും നിങ്ങൾ എവിടെ പഠിച്ചു എന്ന് ചോദിക്കാതെ തന്നെ ആൾക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ നിങ്ങൾ പെർഫോം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളൂ. നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
നമ്മുടെ ഈ ഒക്കേഷന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. Now the dignitaries and the chairman will confer the degrees. ആ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നടക്കും. Now I call upon the students, the following students, they may all stand. Aditya JD. And Mr. Principal, I hereby present the following candidates who have successfully completed the course and its requirements prescribed by the board and Hyper College, so that they may receive their diploma in education, which is DLM. For the authority vested in me by the board, faculty of Hyper, I confer upon you the diploma in education, which is DLM, with all rights and privileges contained hereto. You may be seated. Now I request our president will graduate the student, and Principal Radhakrishnan sir will award the certificate, and our chief guest will congratulate and shake hands. Aditya JD. Wife of Vinny, she comes from Lahore and she will be pursuing higher studies. Aksamul SU, she comes from Peringdabla. She will be looking for the job in teaching. Aksara,
daughter of Mr. Sunil Raj and Sunita. She comes from Manangoram. She will be going for her higher studies. Ansi Krishnadas. She comes from Dalivugam, Vaipur, Mr. Lizo. She has passed her examination in cooperative management and waiting for the job. Ansi SS, daughter of Sukumaran Ji and Sheila. She comes from Lahore. She will be pursuing her higher studies. Anjana DS, daughter of Gracious and Sheeta, preparing for LPUP assistant. She comes from Satishegaramanga. Arya DL, daughter of Vishwanathan Nair and Levika. She comes from Bellata. She will be pursuing her higher studies. Ashwani A.S., daughter of Ashokan and Shashigala. She also comes from Bellata. She is working passionately for the service of children. Adira S. She comes from Mudapanam, wife of Sanat Kumar. She will be doing her research and higher studies. Vinila B. She comes from Bindu, daughter of Bindu Kumar and Bindu. She will be going for her higher studies. Gauri P.M. Wife of Abhilash S.P. She comes from Mangalore. She will be going for her studies. Gopika G.M. She comes from Periphery. She will be looking for a job in the PhD. She comes from Chalkutla, daughter of Suresh and Sandhya. She wishes to pursue her higher studies. Nibhuna Brahma, daughter of Rani Chandrika and Manipur. She comes from Mangalakal. She will also go for her higher studies. Sandra M.S. She comes from Amuli, wife of Bidin John, preparing for some competitive exams. Sharanya S.D. She comes from Jamaguda, wife of Nagudan, daughter of Thomasekaran Nair and Hindu, preparing for exam, and she will go for her higher studies also. Shazina S.J. She comes from Manchester, daughter of Shaji and John Singh. She will also go for her higher studies. Nimmi Joseph.
Now the graduates will turn towards the stage, and our dear father will bless them and pray for them. എല്ലാവർക്കും എഴുന്നേൽക്കാം. നല്ല ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് സവിശേഷമായ ഒരു പഠനാവസരം നൽകിയതിന് നന്ദി. ഇവരുടെ ഈ ശ്രമത്തിന് അങ്ങ് കൊടുത്ത എല്ലാ കൃപകൾക്കും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളെയും ഇവരുടെ കഠിനാധ്വാനത്തെയും അങ്ങ് കടാക്ഷിച്ച് ഇവരുടെ മുൻപോട്ടുള്ള യാത്ര അനുഗ്രഹീതമാക്കണമേ. ഇവർക്ക് കൈകാര്യം ചെയ്യാനുള്ള വലിയ നിയോഗം വരും തലമുറയ്ക്ക് പ്രയോജനകരവുമായി തീരണമേ. ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ചു അനുഗ്രഹങ്ങൾ അനേകർക്ക് പ്രയോജനമുള്ളവരുമായി തീരട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കട്ടെ. ഓഡിയൻസിനെ ഫേസ് ചെയ്യാം, അവർ വണങ്ങാം, നിങ്ങളുടെ സീറ്റുകളിലേക്ക് വരണം. Thank you, our chairman and the principal and chief guest for conducting this auspicious service. Thank you. Hello, Peter. അവസാന വിഷയങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. നമ്മുടെ ഗ്രാജുവേറ്റ്സ് ഒക്കെ അല്പം റിലാക്സ് ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് മുഖത്ത് ആ ഒരു സന്തോഷമൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2 വർഷത്തെ യാത്രയെ പറ്റി നമ്മൾ വളരെ ഗംഭീരമായി ഇവിടെ അവതരിപ്പിച്ച് ഇനി നമ്മുടെ പിള്ളേരുടെ ഭാഗത്തു നിന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അവരോട് പറയണമല്ലോ. ആ ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവരെല്ലാവരും മികച്ചവരായിരുന്നു, ബഹുമിടുക്കരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 1-2 പേരെ സെലക്ട് ചെയ്യാനായിട്ട് വലിയ പ്രയാസമാണ്. എന്നാൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലും ഓവറോൾ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലും ഒരു അവാർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. തുടർന്നുള്ള വർഷങ്ങളിൽ വിവിധ വിഷയങ്ങൾക്കും മറ്റ് വിവിധമായ മേഖലകൾക്കും ഒക്കെ സ്പെഷ്യൽ അവാർഡ്സ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യും. ഒരു തുടക്കം എന്നോണം ഒരു അവാർഡ് കൊടുക്കുകയാണ്. അതിനെ നമ്മൾ ഇങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത്: ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദ അക്കാഡമിക് ഇയർ, അല്ലെങ്കിൽ ആ കോഴ്സിന്റെ മുഴുവനായിട്ടുള്ള പെർഫോമൻസ് മാർക്കിന്റെ അടിസ്ഥാനത്തിലും അല്ലാതെയും ഒക്കെയാണ്. അങ്ങനെ നമ്മുടെ മാനേജ്മെന്റ് അതിന്റെ മാർക്കും മറ്റ് അനുബന്ധ ഘടകങ്ങളും ഒക്കെ വിശദമായി ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആൻസി ക്രിസ്തുദാസ് അവാർഡ് കൊടുക്കുന്നതിന് ഞാൻ ചെയർമാനെയും മറ്റ് സാധ്യതകളെയും ആൻസർ തന്നെയായിരിക്കും സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് ഗ്രാജുവേഷൻ ടോപ്പ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് റിഫ്ലക്ഷനുള്ള സമയമാണ്. അതിനായി ഞാൻ ആൻസി ക്ഷണിക്കുന്നു. Very good morning to വേദിയിലായിരിക്കുന്ന ആരാധനായ ചെയർമാൻ റവറൻഡ് ഫാദർ ലിച്ചുവർഗീസ്, പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ സാർ, മറ്റ് അധ്യാപകരെ, ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിൽ എന്നോടൊപ്പം ആയിരിക്കുന്ന സഹപാഠികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അസുലഭമായ ജീവിത സാക്ഷാത്കാരത്തിന്റെ ഈ ധന്യ മുഹൂർത്തത്തിൽ ഞങ്ങളെ ആശീർവദിക്കാൻ എത്തിയ എല്ലാവരെയും ശിരസാ നമിച്ചുകൊണ്ട് ഇത്തരം ഒരു അവസ്മരണീയമായ മുഹൂർത്തത്തിന് ഞങ്ങളെ പ്രാപ്തരാക്കിയ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മറ്റു പ്രിയപ്പെട്ടവരെയും ഓർമ്മിച്ചുകൊണ്ടും എല്ലാവരുടെയും പ്രതിനിധിയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സർവകൃപാലുമായ ജഗദീശ്വരനോടും എല്ലാ ആദരവും നിറഞ്ഞ നന്ദി പ്രകടിപ്പിക്കുന്നു. Education is the one of the things in which
every change can happen. ലോകത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും നിദാനമായിരിക്കുന്ന ഏക സ്രോതസ് വിദ്യാഭ്യാസമാണെന്നിരിക്കെ അതിന്റെ എല്ലാ അർത്ഥഗാംഭീര്യവും വെല്ലുവിളികളും ഉൾക്കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ദിവസം നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളെ ഈ സമൂഹത്തിന് ലാഭേച്ഛ കൂടാതെ നൽകുന്നതോടൊപ്പം വരും തലമുറയിൽ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുവാനും മെച്ചപ്പെട്ട പൗരന്മാരാക്കി അവരെ വളർത്തിയെടുക്കുവാനും ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ച പരിശീലനത്തിലൂടെ സാധിക്കുമെന്നത് നിസ്തർക്കമാണ്. മുമ്പിലിരിക്കുന്ന കുട്ടികളെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ കലാലയം. A good teacher is like a candle. It consumes itself to light the way for others. ഒരു അധ്യാപകൻ സ്വയം ഉരുകിത്തീർന്ന് മറ്റുള്ളവരുടെ വഴികളിൽ പ്രകാശമായി തീരേണ്ടവരാണെന്ന് അവബോധം ഞങ്ങളിൽ സൃഷ്ടിച്ച ഞങ്ങളുടെ നല്ല അധ്യാപകർ. സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും കൂട്ടായ്മയുടെയും നല്ല പാഠങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ക്യാമ്പും പഠനയാത്രകളും മനഃശാസ്ത്രപരമായും സാമൂഹികമായും ഏറെ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട വിദ്യാഭ്യാസ മേഖല കാലഘട്ടം ആവശ്യപ്പെടുന്ന സൂചകങ്ങൾക്ക് അനുസൃതമായി തിരുത്തി എഴുതപ്പെട്ടും നവീകരിക്കപ്പെട്ടും മുന്നോട്ടു പോകുമ്പോൾ അത്തരം നൂതന പരിഷ്കാരങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കാതലായ മാറ്റം ഈ മേഖലയിൽ സൃഷ്ടിച്ചെടുക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ ഐക്യം എന്ന ഈ കലാലയം ഈ ദേശത്ത് ചെയ്യുന്ന സർഗാത്മകമായ പ്രവർത്തനങ്ങൾ വരും തലമുറയ്ക്കും പ്രയോജനപ്പെടട്ടെ. ഇവിടുത്തെ ചെയർമാൻ, പ്രിൻസിപ്പൽ, അധ്യാപകർ, നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരും ഞങ്ങളുടെ വളർച്ചയിൽ പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുന്നു. ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ ജോയിൻ ചെയ്ത നിമിഷം മുതൽ ഈ സുദിനം ഒരുക്കി തരുന്നതുവരെ ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ ചെയർമാൻ റവറന്റ് ഫാദർ ലിജി വർഗീസ്, ഒരു അധ്യാപിക എന്തായി തീരണമെന്നും എങ്ങനെ ആവണമെന്നും സ്വന്തം ജീവിതം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ അപ്പനായി കൂടെ നിന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ സാർ, കലാലയ ജീവിതത്തിന്റെ ആരംഭം മുതൽ ഞങ്ങൾക്ക് ശരിയും തെറ്റും ചൂണ്ടിക്കാണിച്ചു തന്ന് ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ ടീച്ചറമ്മ ഷേർലി ടീച്ചർ, തന്റെ മുൻപിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മാനസികമായ ശേഷികളെ മനഃശാസ്ത്രപരമായി കണ്ടെത്താൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ ഗീതി മിസ്സും സാന്ദ്ര മിസ്സും, ഒരു കുട്ടിയിൽ കായികപരമായും ശാരീരികപരമായും വികാസം സൃഷ്ടിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ പ്രിയ അധ്യാപകൻ രാജേഷ് സാർ, ഗണിതവും ശാസ്ത്രവും എപ്രകാരം ക്ലാസ് മുറിയിൽ രസകരമാക്കാമെന്ന് നമ്മളിൽ ഒരാളായി മാറിക്കൊണ്ട് ഞങ്ങളോടൊപ്പം നിന്ന രമ്യ ടീച്ചർ, ആധുനിക സാങ്കേതിക വിദ്യയെ എപ്രകാരം പാഠ്യപദ്ധതിയുമായി ബന്ധിപ്പിക്കാമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന രേവതി മിസ്, ഇംഗ്ലീഷ് ഭാഷയിലൂടെ ക്ലാസ് റൂം വിനിമയം എപ്രകാരം രസകരമാക്കാമെന്നും ജീവിതത്തിൽ ഒരു അധ്യാപിക പാലിക്കേണ്ട മൂല്യങ്ങൾ എന്തെല്ലാമാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഷിബു സാറിന്റെയും വിവേക് സാറിന്റെയും ക്ലാസുകൾ. ഇത്തരത്തിലുള്ള പരിശീലനവും പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടതോടൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച DLED കോളേജുകളിൽ ഒന്നായി ഐഫർ നിലനിൽക്കുന്നു എന്നുള്ളതും ഓർക്കേണ്ട സംഗതിയാണ്. ഞങ്ങളുടെ സഹപാഠികളും മാതാപിതാക്കളും കുടുംബാംഗങ്ങളും നൽകിയ അകമഴിഞ്ഞ പ്രോത്സാഹനവും കൈത്താങ്ങും ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ കഴിയില്ലായിരുന്നു. എല്ലാവരോടും നന്ദിയും സ്നേഹവും മാത്രം. വളരെ കാർക്കശ്യമായ പാഠ്യപദ്ധതിയും സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ട പ്രവർത്തനങ്ങളും ഞങ്ങളുടെ രാത്രികളെ ശല്യപ്പെടുത്തിയിട്ടും അതിന്റെ അവസാനം ഇത്രയും സംതൃപ്തിയുടേതാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. എഴുത്തും വരയും പഠനവും ആവർത്തിക്കപ്പെട്ട 2 വർഷങ്ങൾ വളരെ പെട്ടെന്ന് അവസാനിക്കുമ്പോൾ ഇത്രയുമൊക്കെ എന്തിന് എന്ന് സംശയിച്ചപ്പോഴും ഞങ്ങൾക്ക് സ്വയം ഒരു ബോധ്യം ലഭിച്ചു. വരും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും സർവോപരി മാതാപിതാക്കളുടെ സ്വപ്നവും പ്രതീക്ഷയുമായ കുഞ്ഞു മക്കളെ കൈകാര്യം ചെയ്യുന്ന ഞങ്ങൾക്ക് ഇത്തരം ക്ഷമയും സഹനവും കഠിനാധ്വാനവും ശീലമായേ മതിയാവും. പുറത്തിറങ്ങുമ്പോൾ നേരിടാവുന്ന എല്ലാ വെല്ലുവിളികളെയും സൈദ്ധാന്തികമായും മനഃശാസ്ത്രപരമായും കൈകാര്യം ചെയ്യാനും ഈ കോഴ്സ് ഞങ്ങളെ പരുവപ്പെടുത്തിയിട്ടുണ്ട്. പുത്തൻ പ്രതീക്ഷകളോടും പുതിയ ആത്മവിശ്വാസത്തോടും
ഈ സമൂഹത്തെ സേവിക്കാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ഒരു സുവർണ അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഞങ്ങളുടെ ഐഫോൺ ചെയർമാൻ ഫാദർ ലിജി വർഗീസിനെയും ഈ സ്ഥാപനത്തെയും ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും ഓർത്തുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരോടും സന്തോഷം. നമ്മുടെ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഔദ്യോഗികമായിട്ട് നന്ദി പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് ഈ കഴിഞ്ഞ നാളുകളിൽ ഏറെ ആകർഷിച്ച ഒരു വാചകം മാത്രം ആവർത്തിച്ച് ഞാൻ എൻ്റെ നന്ദി പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം. ലാലകൃഷ്ണ സാർ നേരത്തെ പറഞ്ഞതുപോലെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കുറേ നേരം പറഞ്ഞാൽ തീരത്തില്ല. അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണ് ഇവര്. ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്: ഒളിമ്പ്യൻസ് ആർ നോട്ട് ബീങ് ബോൺ, ദേ ആർ മെയ്ഡ്. ആരും ഒളിമ്പ്യനായിട്ട് ജനിക്കുന്നില്ല, അവരെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കായികപരമായിട്ട് വളരെ മുന്നോക്കം നിൽക്കുന്ന ജപ്പാൻ പോലുള്ള, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവര് ഒരു ഒളിമ്പിക് മെഡൽ സ്വപ്നവുമായി ഒരു കോച്ചിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവരോട് ആദ്യം ആവശ്യപ്പെടുന്നത് യു വിൽ ഹാവ് എ സീരിയസ് ട്രെയിനിങ് ഫോർ 10,000+ hours. കേട്ടപ്പോൾ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരു ഒളിമ്പ്യൻ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 10,000 മണിക്കൂർ നിങ്ങൾ കഠിനമായി പ്രാക്ടീസ് ചെയ്യണം. അതിന് ബില്ലിംഗ് ആണെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി. ബാക്കി ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. 10,000 മണിക്കൂർ എന്ന് പറയുന്നത് ഏകദേശം 3 വർഷത്തിലധികം പെർ ഡേ 8 hours വർക്ക് ചെയ്താൽ മാത്രമേ 10,000 മണിക്കൂർ നമുക്ക് ഒരു കാര്യത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏകദേശം 3 വർഷം ഇവിടെ ഞങ്ങളോടൊപ്പം ഇങ്ങനെ വരയ്ക്കുകയും വരച്ചത് കീറിക്കളയുകയും അതിന്റെ മാർഗം ശരിയാക്കുകയും അതടുക്കുകയും പറക്കുകയും ഒക്കെ ചെയ്ത് നടന്നു. കാരണം നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം അത്രയും വലുതാണ്. വളരെ സൂക്ഷ്മമായ സ്ഫടികം പോലുള്ള, ഒന്നും എഴുതാത്ത വൈറ്റ് പേപ്പർ പോലുള്ള കുഞ്ഞു മനസ്സുകൾ, ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നവും പ്രതീക്ഷയുമായ മക്കളെ നിങ്ങളുടെ അടുത്തേക്ക് തരുമ്പോൾ അവരെ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾക്ക് ചിട്ടയായ പരിശീലനം ആവശ്യമുണ്ട്. എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും. പറയുന്നത് അല്പം കടന്നുപോയെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം. ഈ തിരുവനന്തപുരം ജില്ലയിലെ, കേരളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ ഏറ്റവും മികച്ച ഒരു TTIയിലാണ് നിങ്ങൾ പഠിച്ചത് എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്രയും എഴുതുന്നത്, എന്തിനാണ് ഇങ്ങനെ, എന്തിനാണ് ഇത്രയും സ്ട്രിക്റ്റ് ഇല്ലാത്ത കോളേജുകളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളോട് വളരെ ഹൃദ്യമായ സ്നേഹം. ഞാൻ എൻ്റെ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞ് ഈ യോഗം അവസാനിപ്പിക്കട്ടെ. ഇന്നത്തെ ഈ യോഗത്തിന്റെ ഏറ്റവും ആദരണീയനായ ചെയർമാനും പ്രസിഡന്റുമായിരിക്കുന്ന ലിജി വർഗീസ് അച്ഛൻ്റെ ഒറ്റ നിർബന്ധവും കാർക്കശ്യവുമാണ് ഇത്തരം മഹത്തായ ഒരു ശ്രേഷ്ഠമായ ഒരു സർവീസ് ഇവിടെ നടന്നത്. അച്ഛനോടുള്ള എല്ലാ നന്ദിയും ഞാൻ ഈ സമയം അറിയിക്കും. ഞങ്ങളുടെ പ്രിൻസിപ്പള് ഈ പ്രോഗ്രാമിന് വേണ്ട എല്ലാ നിർദ്ദേശം തരികയും കൃത്യസമയത്ത് അതിൻ്റെ ആലോചനകളിൽ ഏർപ്പെടുകയും ഈ മീറ്റിംഗിൽ കൃത്യമായി വന്ന് സംബന്ധിക്കുകയും ചെയ്തു. സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ ഹൃദ്യമായി നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ടോക്ക് തരികയും ക്യാമ്പിന്റെ ഇനാഗുറേഷൻ നിർവഹിച്ച പെരുന്തോള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലാലകൃഷ്ണ സാർ അവരോടുള്ള നന്ദിയും ഞാൻ അറിയിക്കും. ഇവിടെ ആൻസി പറയാൻ അവസരം കിട്ടിയപ്പോൾ ഭർത്താവിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മക്കളെയും ഭർത്താക്കന്മാരെയും പറ്റി പറയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഇവരെക്കാളും കൂടുതൽ അഭിനന്ദിക്കുന്നത് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ അമ്മായി അമ്മയെയും അമ്മായി അപ്പനെയും ഭർത്താവിനെയും. കാരണം ഇവർക്ക് തറയിൽ നിൽക്കാൻ സമയമില്ലായിരുന്നു, അതുപോലെ ജോലിയുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരെ ഇങ്ങനെ സ്വതന്ത്രമാക്കിയതിന് നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. എല്ലാ മാതാപിതാക്കളോടും എല്ലാ ഇവരുടെ കുടുംബാംഗങ്ങളോടുള്ള ഹൃദ്യമായ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. സ്പെഷ്യലി ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുകയും ഞങ്ങളെ അനുസരിക്കുകയും ഞങ്ങളുടെ ശാസനകൾക്ക് വിധേയമാവുകയും ഒക്കെ ചെയ്ത് കൂടെ സഞ്ചരിച്ച് ഈ മൈൽ സ്റ്റോണിൽ എത്തിച്ചേർന്ന നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതിന്റെ പുറകെ വരുന്ന ഗ്രാജുവേറ്റ്സ് ഉണ്ട്, അതിനുശേഷം വരാൻ ഉദ്ദേശിക്കുന്ന ഗ്രാജുവേറ്റ്സ് ഉണ്ട്. എല്ലാവർക്കും വലിയ നമസ്കാരം, എല്ലാവർക്കും നന്ദി. ഈ യോഗത്തിന് ഇത്രയും ധന്യമാക്കുവാനായിട്ട് ഓടി നടന്ന സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ്, അതിന്റെ വോളണ്ടിയേഴ്സ്, പേര് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ടീച്ചേഴ്സ്, സ്പെഷ്യലി രാജേഷ് സാറ്, എല്ലാവരെയും ഒറ്റവാക്കുകൾ നന്ദി പറയുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക. ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾ ഈ സമൂഹത്തിനെ ഇമ്പാക്ട് ചെയ്യുക, സ്വാധീനിക്കുക. നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങൾ
ഗോ ആൻഡ് ഷൈൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഈ മീറ്റിംഗ് ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. നമ്മൾ വന്ന പോലെ തന്നെയായിരിക്കും തിരിച്ചു പോകുന്നത്. വോളണ്ടിയേഴ്സ് നമ്മൾ വന്നതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങും. എന്നിട്ട് ഇവര് ഗ്രൗണ്ടിൽ ഫോട്ടോ സെക്ഷൻ ആയിരിക്കും. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No I'm not giving up, no I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up